ശ്രീ പ്രകാശ് മാസ്റ്റർ, ഈ പിണറായി സർക്കാർ രണ്ട് പിണറായി സർക്കാരുകൾ ആദ്യത്തെ 2 മാസം, ആ 2 മാസക്കാലത്തിനിടയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? പക്ഷേ എനിക്ക് അതിനകത്തൊരു വലിയൊരു കൂട്ടിച്ചേർക്കലുണ്ട്. ഈ 2 മാസത്തിനിടയ്ക്ക് ആ 1-2 സർക്കാരുകൾ ജനവിരുദ്ധമായ ഒരു നടപടിയും ഒരു മാധ്യമത്തിനും, ഇപ്പോൾ നിങ്ങളെ തഴുകുന്ന ഒരു മാധ്യമത്തിനും റിപ്പോർട്ട് ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല. പ്രകാശ് മാസ്റ്റർ, ഇവിടെ ഇപ്പോൾ റെജി പറയുന്ന പോലെ 10 കൊല്ലത്തെ ഗവൺമെൻറ്റിന് നേട്ടങ്ങൾ 2 മാസത്തെ ഭരണവുമായി താരതമ്യം ചെയ്യുകയല്ല ചെയ്യുന്നത്. 10 വർഷക്കാലമായി കേരളത്തിലെ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ വെറും 2 മാസം കൊണ്ട് തകർക്കാൻ ആവശ്യമായ നീക്കം എന്തുകൊണ്ട്? ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം. ഏത് രംഗമെടുത്താലും, ആരോഗ്യരംഗമാവട്ടെ, വിദ്യാഭ്യാസ രംഗമാവട്ടെ, ക്ഷേമരംഗമാവട്ടെ, ഏത് രംഗമെടുത്താലും 10 കൊല്ലമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടാൻ ആരംഭിക്കുന്നു. അല്ലാതെ അതിന് നേട്ടങ്ങളെ തുല്യാവസ്ഥയിലേക്ക് കൈകാര്യം ചെയ്യല്ല. ഇവിടെ നേരത്തെ പറഞ്ഞതിന് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോൾ വീര്യം കുറഞ്ഞ മദ്യം കോടികൾ അഴിമതി നടത്താനുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. വേറെ ആരുമല്ല, ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ അദ്ദേഹം വന്ന ഉടനെ വീര്യം കുറഞ്ഞ മദ്യത്തിന് അനുമതി കൊടുക്കുന്നു. PM ശ്രീ എന്ന് പറയുന്നത് ഇവിടെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനാണ്. ഞങ്ങൾ വന്നാൽ അതിനെ അറബിക്കടലിൽ വലിച്ചെറിയും പറഞ്ഞിരിക്കുന്ന ആളിത് മന്ത്രിയാണ്. പക്ഷെ വന്ന ഉടനെ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലാക്കുന്നു. നേരത്തെയുള്ള ഗവൺമെൻറ് നടപ്പിലാക്കിയ എല്ലാ ജനക്ഷേമ കാര്യങ്ങളും തകർക്കുന്നു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, 10 കൊല്ലം കൊണ്ട് ജനങ്ങൾക്ക് കിട്ടിയൊരു കാര്യമാണല്ലോ സ്ത്രീ സുരക്ഷാ പദ്ധതി. പ്രയാസമുള്ള സ്ത്രീകൾക്ക് 1000 ഉറുപ്പിക മാസം കിട്ടുന്നു. അത് വേണ്ടെന്ന് വെക്കുന്നത് അത് 2 മാസം കൊണ്ടായാലും 5 കൊല്ലം കൊണ്ടായാലും ഒരേ ഫലയിൽ ഉണ്ടാക്കുക, അത് പറയണ്ടേ? ഇവിടെ ചെറുപ്പക്കാർക്ക് പണി കിട്ടുന്നതിന് വേണ്ടി കണക്ട് വർക്ക് സ്കോളർഷിപ്പ് 1000 ഉറുപ്പിക ഒരു ചെറുപ്പക്കാരി കിട്ടുക, അത് വേണ്ടെന്ന് വെക്കുന്നത് അന്യായമല്ലേ? 6 ലക്ഷം ആളുകൾക്ക് വീട് കിട്ടുന്ന ഒരു പദ്ധതി അത് ഞങ്ങൾ ഉപേക്ഷിക്കുന്നു എന്ന് പറയുന്നത് അന്യായമല്ലേ? ഇവിടെ കഴിഞ്ഞ ബജറ്റിൽ കൊടുക്കാൻ തീരുമാനിച്ച പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ ഇന്നിപ്പോൾ ഞങ്ങളെക്കാൾ ഏറെ UDF-നാണല്ലോ. അവർ കൊടുക്കാൻ തീരുമാനിച്ചുള്ള പണം കൊടുക്കില്ല, വെട്ടിക്കുറക്കുന്നു. അതൊരു അന്യായമല്ലേ? അപ്പോൾ 2 മാസം കൊണ്ട് ഒരു ജനതയ്ക്ക് ചെയ്യാൻ കഴിയുന്ന പരമാവധി ദ്രോഹം ഒരു ഗവൺമെൻറ് ചെയ്യുന്നു. അതാണ് പറയുന്നത്, അല്ലാതെ തുലം ചെയ്യുന്നതല്ല. 10 വർഷക്കാലം നേട്ടങ്ങളുമായിട്ടൊന്നും തുലം ചെയ്യാനായിട്ടില്ല. അത് നമുക്ക് 1-2 കൊല്ലം കഴിയുമ്പോൾ ആവാം. പക്ഷേ 10 കൊല്ലം കൊണ്ട് ഈ ഗവൺമെൻറ് നൽകിയ ജനങ്ങൾക്ക് നൽകിയ നേട്ടങ്ങൾ അവ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് ആരാ അവകാശം നൽകിയിരിക്കുന്നത്? അതല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ, ഞാനിതാണ് വീണ്ടും ചോദിച്ചത്, നിങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന ജനക്ഷേമകരമായ കാര്യം എന്താണ്? പറയൂ. ഇവിടെ 300 കോടിയുടെ പദ്ധതി വേണ്ടെന്ന് വെച്ച് 90 കോടിയുടെ പദ്ധതി നടപ്പാക്കുന്നു. എന്നിട്ട് സ്ത്രീകളെ പറ്റിക്കുന്നു ബസ് യാത്രയുടെ പേര് പറഞ്ഞിട്ട്. എന്നാൽ നിങ്ങൾ ഇവിടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന 2 മാസം എന്ന് പറഞ്ഞാൽ ചെറിയ കാലമല്ലല്ലോ. നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന ജനക്ഷേമകരമായ ഒരൊറ്റ കാര്യം പറയുകയും ചെയ്യും. ഒരു കാര്യം, ഇന്ന പുതിയ കാര്യം ഞങ്ങൾ നടപ്പിലാക്കും പറയട്ടെ. ഇവിടെ നിങ്ങൾ പറഞ്ഞിരിക്കുന്ന ബ്ലൂ സീ പോളിസി ആയാലും അതുപോലെ നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട കാര്യമല്ല, എന്തിനു വേണ്ടിയാണെന്ന് ആർക്കറിയാം? അതെല്ലാം വൻകിടക്കാരുടെ കൈകളിലേക്ക് കേരളത്തിലെ പൊതുസമ്പത്ത് എത്തിക്കാനുള്ള നീക്കാണ്. ധാതു ലവണങ്ങൾ, അതുപോലെ ധാതു വിഭവങ്ങൾ, കടൽ സമ്പത്ത്, അതുപോലെ തന്നെ നമ്മുടെ തുറമുഖ സമ്പത്ത്, ഇതെല്ലാം സ്വകാര്യ മൂലധനത്തിന് വിട്ടുകൊടുക്കാൻ നിങ്ങൾ ഏർപ്പാടാക്കുന്നു. അത് ശരി, അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു 2 മാസം കൊണ്ട്? എന്തു ചെയ്യും അത് പറയും. ജനങ്ങൾ ദ്രോഹിക്കുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞത്. ഇവിടെ കോൺഗ്രസിനെ പ്രത്യേകിച്ച് പറയേണ്ടത് എന്താണ് 2 മാസം കൊണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന നല്ല കാര്യം? ഇനി അഥവാ ഒരു 6 മാസം കൊണ്ട് ചെയ്യുന്ന നല്ല കാര്യം എന്താണ് അത് പറയട്ടെ. നിങ്ങൾ ജനങ്ങൾ ദ്രോഹിക്കുന്ന കാര്യമാണ് ഞങ്ങൾ പറയുന്നത്. ഇത് അനുവദിക്കില്ല.